ഒരു ക്രിമിനലും ഈ തമ്പാന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ഐ ഡോണ്ട് അലൗ ടു എസ്കേപ്പ് എനി ആന്റി സോഷ്യൽസ്.
എടാ മോളെ രാജി. ചേട്ടാ, എന്നാ ഏട്ടാ എന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ ചെയ്യുന്നേ? എത്രയും പെട്ടെന്ന് ചേട്ടൻ മോളുടെ കണ്ണിന്റെ ഓപ്പറേഷൻ നടത്താം. എനിക്ക് ചേട്ടനെ കാണാൻ കൊതിയാവോ? എന്ത് ഭംഗിയായിരുന്നു ഇവിടെ എല്ലാം. ഇപ്പൊ എല്ലായിടവും ഇരുട്ടാ. ഇന്ന് മോളുടെ ബർത്ത്ഡേ അല്ലേ? എനിക്ക് ഈ ബർത്ത്ഡേ എന്ന് കേൾക്കുന്നതേ പേടിയാ. അന്ന് എനിക്ക് പുത്തനുടുപ്പ് എടുത്തോണ്ട് ഓട്ടോറിക്ഷ വരുമ്പോഴല്ലേ ലോറി വന്നിടിച്ചത്. നമ്മുടെ അച്ഛനും അമ്മയും പോയി, എന്റെ കാഴ്ചയും പോയി. മോക്ക് ചേട്ടനില്ലേ? രാഹുൽ എപ്പോ എത്തി? ഇപ്പൊ എത്തിയതേ ഉള്ളൂ സിസ്റ്റർ. ആ, രാജ്മോൾ ഇങ്ങനെ വിഷമിച്ചാലോ? മോളുടെ ഓപ്പറേഷൻ ചേട്ടൻ നടത്തി തരില്ലേ? ദേ, ആ കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചേ. അവർക്ക് ആരോരും ഇല്ലാത്തവരാ. മോൾക്ക് ചേട്ടനെങ്കിലും ഉണ്ടല്ലോ. രാജ്മോൾക്ക് പഴയ പോലെ ഞങ്ങളെയൊക്കെ കാണാൻ പറ്റും. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കാൻ പറ്റും. പിന്നെന്താ? എന്ത് ചെയ്യാൻ പറ്റും രാഹുൽ? എല്ലാവർക്കും പ്രശ്നങ്ങൾ തന്നെ. എനിക്കൊരു ജോലി കിട്ടി, സമ്പാദ്യം ഉണ്ടാക്കി രാജിയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ നടത്താന്ന് വെച്ചാൽ അത് നടക്കാത്ത സ്വപ്നമാണ്. എന്റെ പെങ്ങൾക്ക് ഞാൻ വെറുതെ ആശ കൊടുക്കുകയാണ്. ഇന്നത്തെ കാലത്ത് നമ്മളെപ്പോലുള്ളവർ ജീവിക്കാൻ തന്നെ കഷ്ടപ്പെടുക. പിന്നെ ഞാനെങ്ങനെ 1 ലക്ഷത്തോളം രൂപ ഉണ്ടാക്കും? ആശ്വസിപ്പിക്കാനല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും രാഹുൽ? വീട്ടിലത്തെ സ്ഥിതി ഓർക്കുമ്പോ എനിക്ക് പേടിയാ. പണം ഉണ്ടാക്കാൻ മറ്റെന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം. രാഹുൽ എന്ത് തീരുമാനം എടുത്താലും ഞാൻ കൂടെ ഉണ്ടാവും. അനിതയും ഹേമയും വന്നതിന് ശേഷം ഒരു തീരുമാനം എടുക്കാം. 30-ാം തീയതിയാണ് റിഫൈനറിയിലേക്ക് ശമ്പളം കൊണ്ടുപോകുന്നത്. 29-ാം തീയതി നമ്മൾ ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറുന്നു. അവിടെ ഒരു IT കമ്പനി ജോലി കിട്ടിയതായി വീട്ടുകാരെ അറിയിക്കുന്നു. മറ്റാർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിലായിരിക്കണം നമ്മുടെ നീക്കം. നമ്മൾ ട്രെയിനിൽ നിന്ന് ഇടയ്ക്കിറങ്ങി ഒരു സ്ഥലത്ത് താമസിക്കുന്നു, ഒരു സുമോയിൽ തിരിച്ചു വരുന്നു. അക്കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തെറ്റു പറ്റരുത്. രാഹുലിന്റെ തീരുമാനത്തിൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും. ജീവിതം കൊണ്ടുള്ള കളിയാ. കൈവിട്ടു പോയാ എല്ലാം തകരും. നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം. എന്റെ നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചത്. എന്റെ പെങ്ങൾക്ക് വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ. രാഹുലിന് മാത്രമല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും ഇല്ലേ പ്രശ്നങ്ങൾ? നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കും.
ഈ ഓപ്പറേഷന്റെ ഒരു പ്രാക്ടീസ് കൂടി ചെയ്താൽ എല്ലാം ശരിയാവും. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ റിഫൈനറിയുടെ വാഹനത്തിന്റെ അടുത്തേക്കുള്ള നമ്മുടെ അപ്രോച്ച് വളരെ കരുതലോടെ ആയിരിക്കണം. അപ്പോ നമ്മൾ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി എന്ത് വന്നാലും പിന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. ഇനി നമ്മൾ 4 ആളല്ല, ഒരാൾ മാത്രം. Yes, we are one. ഹലോ, വ്യാജ പാസ്പോർട്ടിനെ പറ്റി നിനക്കൊന്നും അറിയില്ല. സാർ ഇവൻ ഊമയാണെന്ന് തോന്നുന്നു, ഒന്നും പറയുന്നില്ല. നീ ഊമയാണല്ലേ? വ്യാജ പാസ്പോർട്ടുമായി നിനക്ക് ഒരു ബന്ധമില്ല. ఓ అప్ప నీ తెలంగాణలే నుంగ పాస్పోర్ట్ ఎవరు తయారు చేశారు? నానే తయారు చేశాను సార్. నీకు పోలీస్ వాళ్ళంటే పిచ్చి వాళ్ళ కనిపిస్తున్నారా? ఇవన్ തന്നെ കൊണ്ടുപോയോ. അവനെ കൊണ്ടുപോകട്ടോ. അനീഷ് തമ്പാൻ. $9 crores. ഹലോ സാർ, സംഭവം നടന്നിട്ട് 20 മിനിറ്റേ ആയിട്ടുള്ളൂ. അവരധിക ദൂരം പോയിട്ടില്ല. ബ്ലോക്ക് ഓൾ ദ റോഡ്സ് ആൻഡ് സെർച്ച്. അവർ രക്ഷപ്പെടരുത്. അറിയാം. ഹായ് പപ്പ വന്നു. അമ്മേ ദേ പപ്പ വന്നു. വാ, ഇവിടെ ഉണ്ടായിരുന്ന എടി, ഞാൻ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഇവിടെ വന്ന് അങ്ങനെ സുഖിച്ച് താമസിക്കാൻ വേണ്ടിയല്ല. നിന്റെ തന്ത എനിക്ക് തരാന്ന് പറഞ്ഞ് ബാക്കി കാശ് വാങ്ങിച്ചോണ്ട് വരാൻ വേണ്ടിയാണ്. മനസ്സിലായ? അച്ഛൻ എവിടെ നിന്ന് എടുത്ത് തരാൻ അയച്ചായ കടം പോലും ആരും തരൂല. വെള്ളം ഇല്ലാത്തടത്ത് മുങ്ങാൻ പറ്റുമോ? എടി എടി, വെള്ളം ഇല്ല മറിഞ്ഞിട്ട് നിന്റെ കട വന്നപ്പോ എന്നെ മുക്കില്ലേ? ഒരു കൊച്ചിന് ഇത്രയും പ്രായം, എന്നിട്ടും ബാക്കി തരാന്ന് പറഞ്ഞ കാശ് തന്നാ നിന്റെ തന്നാ ഇച്ചായും പറയും പോലെ ഈ വീട് സ്ഥലം വിറ്റ പിന്നെ ചാച്ചനോ റീന എവിടെ പോകും? ആഹാ, അപ്പൊ അത് കൊള്ളാം. അപ്പൊ നീ എന്റെ കാശ് വാങ്ങിക്കാൻ വന്നതല്ല, നിന്റെ അപ്പനൊന്ന് നോക്കാൻ വന്നതാ. തൊടില്ല, ഇവിടെ തൊടില്ല. നിന്നെ തൊടാൻ മതി. മേലാൽ ഈ വീടിന്റെ പടി ചവിട്ടി പോകരുത്. തന്റെ കാലിന്റെ വെട്ടി ഓടിക്കും. ഇറങ്ങടാ പുറത്ത്. ചേച്ചി 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 കരയില്ലേ ചേച്ചി?
മുഴുവൻ പോലീസാ. നമ്മൾ പ്ലാൻ ചെയ്ത് വഴിയെ പോയ അപകടമാണ്. ഇനി എന്ത് ചെയ്യും രാഹുൽ? തൽക്കാലം എന്റെ ഫ്രണ്ടിന്റെ ഒരു ബംഗ്ലാവ് ഉണ്ട്, നമുക്ക് അവിടെ താമസിക്കാം. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഇൻഡസ് റിഫൈനറിയിലേക്ക് കൊണ്ടുപോയ 9 കോടി രൂപ ഒരു സംഘം ചെറുപ്പക്കാർ കൊള്ളയടിച്ചു. ഡ്രൈവറെയും സെക്യൂരിറ്റിയെയും അടിച്ചു വീഴ്ത്തിയാണ് കൃത്യം നിർവഹിച്ചത്. ഡ്രൈവർ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിലാണ്. ഈ കേസിന്റെ അന്വേഷണത്തിനായി ഡിവൈഎസ്പി അനീഷ് തമ്പാനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അവര് 2-3 പേരുണ്ടായിരുന്നു സാർ. ഉം. നല്ല കരുത്തന്മാരായ ചെറുപ്പക്കാര്. തടയാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ തലയ്ക്ക് അടി കിട്ടി. അവരെ ആരെങ്കിലും താങ്കൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ. ഇനി കണ്ടാ തിരിച്ചറിയോ? തിരിച്ചറിയാൻ കഴിയാത്ത വിധം മുഖം മറച്ചിരുന്നു സാർ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയം തോന്നിയാൽ അപ്പൊ എന്നെ വിവരം അറിയിക്കണം. ശരി സാർ. ഹൗ ഈസ് ഹിസ് പൊസിഷൻ ഡോക്ടർ? വെരി ക്രിട്ടിക്കൽ. ഓ. തലയിലൊരു ഡീപ്പ് ഇഞ്ചുറി ഉണ്ട്. ഉം. ബോധം തെളിഞ്ഞിട്ടില്ല. 2 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റൂ. അയാൾക്ക് ബോധം തെളിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്നെ അറിയിക്കണം. ഓക്കെ സാർ. ഓക്കെ. ഇതാണ് ബംഗ്ലാവ്. ഇത് തന്നെയാണ് ബംഗ്ലാവ്. സംസാരിക്കാൻ സമയമില്ല, എത്രയും പെട്ടെന്ന് പെട്ടിയിലെടുത്ത് അകത്ത് വയ്ക്കാം. വേഗം. ഇവിടെ വയ്ക്കാം. അനിയുടെ ബാഗ്. എടാ, എന്റെ ബാഗിന് ഇനി ഇതാണ് നമ്മുടെ താവളം. പോലീസ് ശാന്തമാവുന്നവരെ നമുക്ക് ഇവിടെ കഴിയാം. ഓ, സമാധാനായി. ഈ വീട് കണ്ടിട്ട് ഒരു പ്രേതാലയം പോലും ഉണ്ടല്ലോ. അതൊന്നുമില്ല, ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം. അതൊന്നും സാരമില്ല, വാ. എനിക്ക് കുറച്ച് കടം തീർക്കാനുണ്ട്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്തുവായി കാണിക്കുന്നോ പറയടാ. എടാ, 1-2 രൂപയല്ല, 2 ലക്ഷം രൂപ ഞങ്ങൾ എന്തായി കാണിക്കുന്നോ? 1-2 അടി നിന്റെ തന്ത തരാനുള്ള 2 ലക്ഷം രൂപയാ. 2 ലക്ഷം രൂപയോ? ആ, അച്ഛന്റെ ഓപ്പറേഷന് വേണ്ടി ഞങ്ങൾ 50,000 രൂപയല്ലേ മേടിച്ചുള്ളൂ. അതിൽ 25,000 രൂപ തിരിച്ചു തന്നിട്ടില്ലേ? അതുകൊണ്ടൊന്നും കാര്യമില്ലടി മോളെ. നിന്റെ ഈ ഉണക്ക തന്ത മേടിച്ച മുതലും പലിശ എല്ലാം കൂടി കൂട്ടി രൂപ ഇപ്പൊ 2 ലക്ഷമായി. ഇപ്പൊ എനിക്ക് പൈസ ഞാൻ തരില്ല. തരത്തില്ലല്ലോ. അതിന്റെ മോനെ. അഭ്യാസം കാണിക്കുന്നു. ഒന്ന് വേഗം പോയി ഇത്തിരി വെള്ളം എടുത്തിട്ട് വന്നേ. ഏ, ഇപ്പൊ ഞങ്ങള് പോവാ. ഇനി തിരിച്ചു വരുമ്പോ രൂപ കിട്ടിയില്ലെങ്കിൽ അപ്പൊ കാണാം. നോക്കി പേടിപ്പിക്കാടി. അച്ഛാ. അയ്യോ, അമ്മേ. വാടാ. രണ്ട് ലക്ഷം രൂപ പിച്ചക്കാശ് പോലെ ആ തെമ്മാടികളുടെ മുഖത്തേക്ക് ഞാൻ വലിച്ചെറിയും. എന്നിട്ട് വേണം അവരോട് 2 വർത്തമാനം പറയാൻ. എനിക്കും എന്റെ ചേട്ടനെ ഒന്ന് കാണണം. കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ട്. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സഫലമാകാൻ പോകുന്നു. Yesterday is history, tomorrow is mystery, today is God's gift and thrilling the present. Yeah, we feel the thrill.
കടന്നുപോയ നൊമ്പരങ്ങളെ വിട പറയാം, പറന്നടുത്ത ചുംബനങ്ങളെ വന്നണയും, തൊട്ടുരുങ്ങി തോളുരുങ്ങി ഒന്നു ചേർന്നിടാം, സ്വപ്നലോകമത്രയും സ്വന്തമാക്കിടാം, ചിത്രവർണ്ണ ചിറകിലേറി പറന്നുയർന്നിനി, വിണ്ണിലുള്ള സ്വർഗമെന്നും മണ്ണിലാക്കിടാം. കടന്നുപോയ നൊമ്പരങ്ങളെ വിട പറയാം, പറന്നടുത്ത ചുംബനങ്ങളെ വന്നണയും, തൊട്ടുരുങ്ങി തോളുരുങ്ങി ഒന്നു ചേർന്നിടാം, സ്വപ്നലോകമത്രയും സ്വന്തമാക്കിടാം. ചിലമ്പണിഞ്ഞ് പൊട്ടുകുത്തി നൃത്തമാടിവ, എന്റെ കനവിലെന്നും വാണിടുന്ന സ്വപ്നറാണിയായി. ചിലമ്പണിഞ്ഞ് പൊട്ടുകുത്തി നൃത്തമാടിവ, എന്റെ കനവിലെന്നും വാണിടുന്ന സ്വപ്നറാണിയായി. മധുര മധുരമാം ചുംബനങ്ങൾ വന്നു നൽകിടാം, മധുര മധുരമാം ചുംബനങ്ങൾ വന്നു നൽകിടാം, നിന്റെ മടിയിൽ വീണുറങ്ങിടട്ടെ സ്വസ്ഥമായി നാം. കടന്നുപോയ നൊമ്പരങ്ങളെ വിട പറയാം, പറന്നടുത്ത ചുംബനങ്ങളെ വന്നണയാം, തൊട്ടുരുങ്ങി തോളുരുങ്ങി ഒന്നു ചേർന്നിടാം, സ്വപ്നലോകമത്രയും സ്വന്തമാക്കിടാം. ചൂടി പീലി നിർത്തി പറന്ന നാമിനി, ഈ സകല ലോകം വാണിടുന്ന അധിപനായിടും. പൂക്കൾ ചൂടി പീലി നിർത്തി പറന്ന നാമിനി, ഈ സകല ലോകം വാണിടുന്ന അധിപനായിടും. സ്വർണവർണ്ണമാം തേരിലേറി വന്നിടുന്ന നീ, സ്വർണവർണ്ണമാം തേരിലേറി വന്നിടുന്ന നീ, എന്റെ സ്വപ്നമെല്ലാം കൊയ്തിടുന്ന സത്യമായി വരൂ. കടന്നുപോയ നൊമ്പരങ്ങളെ വിട പറയാം, പറന്നടുത്ത ചുംബനങ്ങളെ വന്നണയാം, തൊട്ടുരുങ്ങി തോളുരുങ്ങി ഒന്നു ചേർന്നിടാം, സ്വപ്നലോകമത്രയും സ്വന്തമാക്കിടാം, ചിത്രവർണ്ണ ചിറകിലേറി പറന്നുയർന്നിനി, വിണ്ണിലുള്ള സ്വർഗമെങ്ങും മണ്ണിലാക്കിടാം. ബ്യൂട്ടിഫുൾ. എന്തൊരു സൈലന്റ് ആയി ഇവിടെ. അനിതേ, എന്താ എന്താ അനിതേ? ഏ? എന്താ എന്താ അനിതേ? എന്ത് പറ്റി? എവിടെ? സാറും ഉണ്ടായിരുന്നോ? ഹ, ഇത് നമ്മുടെ മുനിയാണ്ടിയല്ലേ? ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ജോസൂട്ടി സാറിന്റെ കൂടെ കഴിഞ്ഞ അവധിക്ക് സാർ ഇവിടെ വന്നതല്ലേ? മുനിയാണ്ടിയാണോ ഇപ്പോഴും ഇവിടുത്തെ വാച്ചർ? ഞാൻ മാത്രമല്ല, ഭാര്യ കനകം ഉണ്ട്. കനോ വരുന്നു. ഞങ്ങളിവിടെ 5-6 ദിവസം ഉണ്ടാവും. കനു, നിനക്ക് സാറിന് മനസ്സിലായില്ലേ? മനസ്സിലായി. ഞങ്ങൾ തോട്ടത്തിൽ കുറച്ച് പണിയിലായിരുന്നു. അല്ല, ഇവരൊക്കെ ആരാ? അതൊക്കെ വിശദമായിട്ട് പറയാം. കനകം പോയി ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കും. ശരി.
പിന്നെ ഇവിടെ കറങ്ങി നടക്കുന്ന സൂക്ഷിച്ചു വേണം, ചില ദുർനിമിത്തങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത് ചൂല. ആ ഇത് വെച്ചോ, ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചോ. അതെ, ആ, ജോസൂട്ടിയെ വിളിച്ച് ഞാൻ പറഞ്ഞോളാന്നേ. നമുക്ക് അന്നത്തെ പോലെ അടിച്ച് പൊളിക്കണം സാറേ. വെടിവെക്കാൻ പോണ്ടേ? കാട് നിറച്ച് മൃഗങ്ങളാ. നിങ്ങൾ പേടിക്കണ്ട, മുനിയാണ്ടി ഇല്ലേ കൂടെ? മുനിയാന്റെ ആളൊരു പഞ്ചാര കുട്ടനാ. അയാൾക്ക് ഈ കാട്ടിൽ ആകെ കൂടി കിട്ടിയ ഇരകളായിരിക്കും നമ്മള്. ഞാനങ്ങ് പേടിച്ച് വെറച്ചു പോയി. പേടിക്കണ്ട, അയാൾ ഒരു സഹായിയാ. പേര് മുനിയാണ്ടി എന്നാണെങ്കിലും മലയാളിയാ. പക്ഷെ ഒരു കാര്യം, നമ്മുടെ ഈ വരവിന്റെ ഉദ്ദേശം അവരറിയാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ പെട്ടിക്കാത്ത പണത്തിന്റെ കാര്യം. പോലീസിന്റെ അന്വേഷണം ഒതുങ്ങിയ നമ്മൾ ഇവിടം വിടും. കനകം പറഞ്ഞതുപോലെ ഇവിടെ വല്ല നിഗൂഢത ഉണ്ടായിരിക്കോ? എന്താ മനുഷ്യ? 3 സുന്ദരികൾ, നല്ല കാട്ടുമാങ്ങാ പഴം പോലെ, കൂടെ ഒരൊറ്റ ചെറുപ്പക്കാരനും. എന്തോ ഒരു ഭാഗ്യം. ഓ, ഇങ്ങനെ ഒരു അസൂയ ഞാൻ ഒരുത്തി കൂടെ ഉണ്ടായിട്ട് വല്ല ഉപകാരം ഉണ്ടോ? കാട്ടാനയുടെ വലുപ്പമുള്ള നിന്നെപ്പോലാണോ? കിളികളല്ലേ കിളികൾ. കിളികള് ദേ എന്റെ വായിന്ന് വല്ലതും കേക്കും. ഞാൻ അവരെ ശരിക്കൊന്ന് കാണട്ടെ. ഉറക്കവും ഇല്ല, വിശ്രമവും ഇല്ല. അതിന്റെ കൂടെ ഫുഡും കൂടി കഴിക്കാതിരുന്നാലോ? അവരെ എന്റെ കൈ കിട്ടിയാലേ എനിക്ക് സമാധാനത്തോടെ എന്തെങ്കിലും കഴിക്കാൻ പറ്റും അർച്ചനെ. പണം കൊള്ളയടിച്ചവരെ പറ്റി വല്ല തുമ്പും കിട്ടിയോ? അവരെവിടെ പോവാനാ? എന്റെ കൈ തന്നെ കിട്ടും. കിട്ടിയ അവന്മാരുടെ നട്ടല് ഞാൻ ചവിട്ടി ഓടിക്കും. കൃത്യം നടന്ന സ്ഥലത്ത് തെളിവുകളൊന്നുമില്ലേ? ആ വാനിന്റെ ഡ്രൈവർക്ക് ബോധം തെളിഞ്ഞാൽ എന്തെങ്കിലും വിവരം കിട്ടും. യെസ് തമ്പാൻ. ആ, ഞാൻ ഡോക്ടർ ജോസഫാണ് സാർ. ആ ഡ്രൈവർ മുരളിയുടെ ബോധം തെളിഞ്ഞു സാർ. ഗുഡ്. ഞാനിതാ വരുന്നു. കിടന്നോളൂ. ഹൗ ഡു യു ഫീൽ? കുഴപ്പമില്ല സാർ. ഹൗ ഈസ് ഈ ഡോക്ടർ? ഹീസ് ഓക്കെ. കൊള്ള ചെയ്ത് കടന്നു കളഞ്ഞവരെ പറ്റി തനിക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? ഇല്ല സാർ, പെട്ടെന്നുള്ള അറ്റാക്ക് ആയതുകൊണ്ട് ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഓ, അവർ വന്ന വാഹനത്തിന്റെ നമ്പർ താൻ ശ്രദ്ധിച്ചില്ലേ? ശ്രദ്ധിക്കാൻ പറ്റില്ല സാർ. ഓഹോ. അവര് സെക്യൂരിറ്റി അടിക്കുന്നതിനിടയിൽ സെൽഫോണിൽ ഫോട്ടോ എടുക്കാൻ ഞാനൊരു ശ്രമം നടത്തി. എന്നിട്ട് സെൽഫോൺ അവിടെ? ഡോക്ടർ, ആ, അതിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ. താൻ ചെയ്ത ഒരു വലിയ കാര്യമാണോ. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ അവരെ പൊക്കിയിരിക്കും. ഓക്കെ, ടേക്ക് കെയർ. താങ്ക് യു ഡോക്ടർ. ഓക്കെ. ജീവിതത്തിൽ ഇതേവരെ ഇത്രയും സ്വാതന്ത്ര്യം ഞാൻ അനുഭവിച്ചിട്ടില്ല. മനസ്സിന്റെ ഭാരമൊക്കെ കുറഞ്ഞതുപോലെ. ഇങ്ങനൊരു ജീവിതം ഉണ്ടാവും നമ്മൾ എന്തെങ്കിലും കരുതിയോ? എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുളി തുടങ്ങി. ഇനി തുണി ഉണങ്ങണമല്ലോ. അവരുടെ കയ്യിൽ വേറെ തുണിയില്ല. എന്തൊരു മനോഹരമായ കാഴ്ച. ഹേമ കരക്ക് കയറുന്നു. ഡ്രസ് പിരിയാനായി അഴിക്കും. അനിതയും കയറുന്നു. അനിതയും കയറുന്നു. ഒന്ന് എഴുന്നേറ്റേ, നിങ്ങൾക്ക് കുളിച്ച് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് എഴുന്നേക്ക് മനുഷ്യ. ഞാനിവിടെ ഇങ്ങോട്ട് അല്ല, ഞാൻ വാ വാ വാ, വീട്ടിലോട്ട് വാ. നിങ്ങൾക്ക് കുളിച്ച് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് നടക്ക്. കേറിയില്ല. വഴുക്കലൊക്കെ ഉണ്ട്.
രാഹുലെ, ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് പണമായില്ലേ? രാജിയുടെ കണ്ണോപ്പറേഷന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുത്തു? അതിനുവേണ്ടിയാണല്ലോ ഈ സാഹസമൊക്കെ ചെയ്തത്. പക്ഷെ ഇപ്പോ അതിനെപ്പറ്റി ആലോചിക്കാനൊന്നും സമയമില്ല. അതെന്താ രാഹുൽ അങ്ങനെ പറഞ്ഞേ? എന്റെ ഇപ്പോഴത്തെ ചിന്ത മുഴുവൻ ഇവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെടുമെന്ന്. നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് ഹാർബറിലേക്ക് പോകണം. അവിടെ എത്തിയാലേ സേഫ് ആവും. അത് ശരിയാ. ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എനിക്കും പേടിയാ. കനകവും മുനിയാണ്ടിയും നമ്മുടെ പണം കണ്ടുപിടിച്ച കുഴപ്പാ. അയാളാണെങ്കിൽ എപ്പോഴും നമ്മളെ ചുറ്റിപ്പറ്റി കാണും. അതിനേക്കാൾ കുഴപ്പ ബംഗ്ലാവിന്റെ ഉടമ ജോസൂട്ടി വന്ന ആകെ കുഴി. ചിന്തിക്കാൻ തന്നെ വയ്യ. അങ്ങനെ വല്ലതും സംഭവിക്കുമോ രാഹുലെ? നിങ്ങളെ ഒന്നും പേടിപ്പിക്കേണ്ടെന്ന് കരുതി ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഉള്ളു മുഴുവൻ തീയാ. ഇവിടുന്ന് വിട്ടുപോകണമെങ്കിൽ പോലീസിന്റെ അന്വേഷണം തണുത്തോന്നറിയണം. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ. രാഹുലിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എല്ലാം നന്നായി വരാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഹലോ, ശരി, എന്താ രാഹുൽ? വാ ഞാൻ പറയാം. ഇൻഡസ് റിഫൈനറിയുടെ 9 കോടി രൂപ കൊള്ള ചെയ്തവരുടെ ചിത്രങ്ങൾ പോലീസിന് കിട്ടി. ഇതുവരെ ഇവരെ ആരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. തിരിച്ചറിയുന്നവർ ഡിവൈഎസ്പി ഓഫീസിലെ ഈ നമ്പറിൽ വിളിക്കുക. എന്താ രാഹുൽ ഇത്ര വൈകിയത്? പോയ കാര്യങ്ങൾ നടക്കണ്ടേ? എന്നിട്ടും വണ്ടിക്കുള്ള ഡീസൽ കുറച്ചാ കിട്ടിയത്. ആ പിന്നൊരു കാര്യം, നമ്മുടെയൊക്കെ ഫോട്ടോ പത്രത്തിലുണ്ട്. നമ്മുടെ ഫോട്ടോയോ? ഇൻഡസ് റിഫൈനറിയുടെ പണം കൊള്ളയടിച്ച യുവാക്കൾ. അപ്പൊ നമ്മളെ യുവാക്കൾ തന്നെയാണല്ലേ? ഇനി ആരും നമ്മളെ കണ്ടുപിടിക്കില്ല. പോലീസ് ഇവരെ അന്വേഷിച്ച് നടന്നോളൂ. കണ്ടുപിടിക്കാൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? താനെന്തിനാ ചിരിക്കുന്നേ? നിങ്ങൾ എന്തിനാ ചിരിച്ചേ? അത് കാര്യം ഉണ്ടായിട്ടാ. അതുകൊണ്ടാ ഞാനും ചിരിച്ചേ. താൻ അങ്ങനെ വെറുതെ ചിരിക്കണ്ട. നിങ്ങൾ ചിരിച്ചാ മുനിയാണ്ടി ചിരിക്കും. താൻ പോയി ഒരു കോഴി ഫ്രൈ ഉണ്ടാക്കി കൊണ്ടുവന്നേ. ഇന്ന് നമുക്ക് നന്നായി ഒന്ന് ആഘോഷിക്കണം. കോഴിയെ വെടിവെക്കണോ അതോ കടയിൽ നിന്ന് വാങ്ങിക്കണം? താൻ വെടിവെക്കൊന്നും വേണ്ട, കടയിൽ നിന്ന് വാങ്ങിച്ചാ മതി. ഇതാ കാശ്. അല്ല, ഈ പത്രത്തിൽ എന്തോ വിശേഷം ഒന്നുമില്ല. മുനിയാണ്ടി ചെല്ല്. നല്ല മണം. എനിക്ക് അയ്യ, മണക്കാൻ പറ്റിയൊരു സാധനം മണോ ഞാൻ പറഞ്ഞേ. എന്താ ടേസ്റ്റ്. നിങ്ങൾ ഈ കോഴിക്കാലെടുത്ത് നിന്നാലേ ഒരു കാര്യം അവർ ചോദിച്ചാൽ ഞാൻ സമാധാനം പറയും. ഞാനൊരു കാലിൽ വെടിവെച്ചതാന്ന് പറയണം. ഞാനൊരു വെടിവെപ്പുകാരൻ. ഒരു അഭിമാനമല്ലേ കനകം? അയ്യടാ, വലിയൊരു വെടിവെപ്പുകാരൻ വന്നിരിക്കുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷം. എനിക്കൊരു കുഞ്ഞിക്കാല് കാണിച്ചു തരാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ? എടീ, കോഴിക്കാലിനിടയ്ക്ക് കുഞ്ഞിക്കാല് കൊണ്ടുവരല്ലേ? കനകം, അവര് 3 പെട്ടിയും തടച്ചു വെച്ചിരിക്കുക. അതിനകത്ത് വല്ലവരെയും കൊന്നു വെച്ചിട്ടുണ്ടോന്നാ സംശയം. ആവശ്യത്തിന് പൂത്ത പണവും കയ്യിലുണ്ട്. ഒരു രഹസ്യമുണ്ട്. ഞാൻ ആ പെട്ടികളൊന്ന് പരിശോധിച്ചിട്ട് രാമകൃഷ്ണ വാസുദേവ മുകുന്ദ രാമ പാഹി മാം. രാമ 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 രാമകൃഷ്ണ. ചേച്ചിയുടെ ട്യൂഷൻ കഴിഞ്ഞു താമസം. നിങ്ങൾ സ്കൂളിൽ നിന്ന് ഉച്ചക്കഞ്ഞി കുടിച്ചോ മക്കളെ? ഇല്ല, ഇന്ന് കഞ്ഞിയില്ലായിരുന്നു. ചേച്ചി വേഗം ഉണ്ടാക്കി കേട്ടോ. രാമ 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 പാഹി മാം. രാമകൃഷ്ണ വാസുദേവ മുകുന്ദ രാമ
രാമകൃഷ്ണ വാസുദേവ. എവിടെയാണ് നിന്റെ ചേച്ചി? അകത്തുണ്ട്. നിന്റെ അച്ഛൻ ഞങ്ങളോട് കുറച്ച് കാശ് വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങി. അച്ഛൻ ഇവിടെ ഇല്ല. നിങ്ങളോട് ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? നിന്റെ അച്ഛനാ ഞങ്ങളെ പറഞ്ഞ. നീ തരൂന്ന് പറഞ്ഞു. ഇറങ്ങി പോടോ. ഇനി ഇവിടെ വന്നോ കാല് ഞാൻ വിട്ടു. അച്ഛൻ തരാനുള്ള കാശ് അച്ഛൻ തരും. ഇറങ്ങി പോവാൻ. ചേച്ചി, നിങ്ങളിരുന്ന് നാമിച്ചു. ബാംഗ്ലൂരിൽ ചെന്നിട്ട് വീട്ടിലേക്ക് വിളിക്കാന്ന് പറഞ്ഞല്ലേ നമ്മൾ പോകുന്നത്. വീട്ടിലെ കാര്യങ്ങൾ അറിയാത്തോണ്ട് നമുക്ക് സമാധാനപ്പെട്. ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കള്ളം പറയേണ്ടി വരുന്ന അവസ്ഥ നേരാണല്ലേ? ഇതുവരെ നമ്മൾ സക്സസ് ആ. എല്ലാം നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് തന്നെ നടന്നു. പോലീസിന്റെ അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഹാർബറിലേക്ക് പോകാൻ ശ്രമിക്കുന്നത് അപകടമാണ്. ഇതാ വാനിന്റെ ഡ്രൈവർ അല്ലേ? ഇയാൾ എന്തിനാ ഇവിടെ വന്നത്? താനീ സുന്ദരിമാരോടൊപ്പം കാട്ടിലെങ്ങനെ ഒറ്റയാനെ പോലെ വിലസുകയാണല്ലേ. ഇതാ ഭാഗ്യം എന്ന് പറയുന്നത്. തന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ മുരളി? പക്ഷേ എനിക്ക് നിങ്ങളെ കാണാതെ ഉറക്കം വരില്ലല്ലോ. 9 കോടി രൂപയല്ലേ കയ്യിലിരിക്കുന്നത്. അപ്പോ നിങ്ങൾ തമ്മിൽ പരിചയക്കാരാണോ? പേടിക്കണ്ട, മുരളി നമ്മുടെ ആളാ. എന്നെ പറ്റി അവരോട് പറഞ്ഞിട്ടില്ലേ രാഹുലെ? മുരളിയാണ് നമ്മളെ സഹായിച്ചത്. നമ്മൾ വേഷം മാറി ചിത്രങ്ങൾ പോലീസിന് നൽകിയത് മുരളിയുടെ പ്ലാനിങ്ങാ. ബാങ്ക് റോബറിയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് ഞാനാ. ഇൻഡസ് റിഫൈനറിയിലേക്ക് പണം വരുന്നതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് മാത്രമേ അറിയാവൂ. നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിലും എനിക്ക് നിങ്ങളെ എല്ലാരെയും അറിയാമേ. പോലീസിന്റെ നീക്കങ്ങളെ പറ്റി അപ്പോഴപ്പോഴുള്ള വിവരങ്ങൾ എന്നെ അറിയിക്കുന്നത് മുരളിയാ. ഇനി നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. പോലീസുകാരാ ഫോട്ടോയിലുള്ളവരെ അന്വേഷിച്ച് നടക്കുക. അങ്ങനെ ആരും ഈ ഭൂലോകത്തില്ലെന്ന് അവർക്കറിയില്ലല്ലോ. കാട്ടിൽ വന്നപ്പോ നീ സുന്ദരിയായല്ലോ മോളെ. പട്ടിണി കിടന്ന് നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കി തന്ന ഈ ഞാനാ. ആ ഒരു കടപ്പാട് എല്ലാവരും എന്നോട് കാണിക്കണം. എവിടെയാ നമ്മുടെ കൊട്ടാരം? കോടികൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഗ്രീൻ മാൻഷൻ. പണം, പണം, പച്ചനോട്ടുകളുടെ പണം. എനിക്കെന്റെ വീതം വേണം. 2 കോടി രൂപ. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല മുരളി. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞുറപ്പിച്ചല്ലേ. അതൊന്നും അല്ല ഇപ്പോഴത്തെ പ്രശ്നം. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുക എന്നതാണ്. രക്ഷപ്പെടാതെ എവിടെ പോവാനാ? ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെയാ നമ്മുടെ ഓപ്പറേഷൻ. എന്തു പേടിച്ച ഓരോ ദിവസവും ഇവിടെ തള്ളി നീക്കണേന്നറിയോ? കാര്യങ്ങൾ ഇതുവരെ ആയില്ലേ. ഇനിയുള്ളത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നാ നമ്മൾ ഹാർബറിലേക്ക് പോകുന്നത്? അടുത്ത ശനിയാഴ്ച നിങ്ങൾ ഹാർബറിലെത്തും. ഇപ്പൊ അതേക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. ദാറ്റ്സ് മൈ ജോബ്. നൗ വി ആർ എൻജോയ്. കം ഓൺ, കം ഓൺ ഫ്രണ്ട്സ്. വിതച്ചത് കൊയ്യാനോ നമ്മിൽ പെയ്യാനോ, ഈ വെളുത്ത ചന്ദ്രൻ പാലൊളി തന്നത് ഉണരാനോ തമ്മിൽ പുണരാനോ, നമുക്ക് മുന്നിൽ വിധിയൊരുക്കിയ വിധിക്ക് കണ്ടു രസിക്കാനോ, അവർക്ക് മുൻപേ ഈ വഴി പോയവർ പാടിയ പല്ലവി പാടാനോ, ഈ വെളുത്ത ചന്ദ്രൻ പാലൊളി തന്നത് ഉണരാനോ തമ്മിൽ പുണരാനോ.
കുളിരു വിതച്ചത് കൊയ്യാനോ നമ്മിൽ പെയ്യാനോ ഈ വെളുത്ത ചന്ദ്രൻ പാലൊളി തന്നത് ഉണരാനോ തമ്മിൽ പുണരാനോ തണുത്തരാവ് കുളിരു വിതച്ചത് കൊയ്യാനോ നമ്മിൽ പെയ്യാനോ ഈ വെളുത്ത ചന്ദ്രൻ പാലൊളി തന്നത് ഉണരാനോ തമ്മിൽ പുണരാനോ നമുക്ക് മുന്നിൽ വീതിയൊരുക്കിയ വീതിക്കു കണ്ടു രസിക്കാനോ അവർക്ക് മുൻപേ ഈ വഴി പോയവർ പാടിയ പല്ലവി പാടാനോ ഈ തണുത്തരാവ് കുളിരു വിതച്ചത് കൊയ്യാനോ നമ്മിൽ പെയ്യാനോ ഈ വെളുത്ത ചന്ദ്രൻ പാലൊളി തന്നത് ഉണരാനോ തമ്മിൽ പുണരാനോ കൽക്കണ്ട മലയുടെ കൊമ്പത്തു കയറാൻ വന്നല്ലോ കള്ളക്കുറുമ്പൻ വന്നല്ലോ കള്ളക്കുറുമ്പൻ നിന്നെ പറ്റി പാടിയതേ ഉള്ളൂ. എടാ രാഹുലെ, ഇതാണ് പ്രേമലോലന്മാർക്ക് ദീർഘായുസാണെന്ന് പറയുന്നത്. ഒന്നിച്ചൊരു മുറിയിൽ താമസം, എന്നിട്ട് മറഞ്ഞിരുന്ന് കുളിസീൻ കാണുക. അല്ല, മറഞ്ഞിരുന്ന് കാണുന്നത് ഒരു രസം തന്നെയാണ്. രാഹുൽ സാറേ, എന്റെ അണ്ണന്റെ നിലവിളിയില്ലേ കേട്ടത്? അയ്യോ, അണ്ണാ, മുന്നേറ്റ അണ്ണാ, എന്താണ്? എന്താ പറ്റിയത്? അണ്ണാ, എന്താ പറ്റിയത്? അവിടെ ആരുമില്ല. അണ്ണൻ എന്തോ കണ്ട് പേടിച്ചതാ. നമുക്ക് വീട്ടിൽ പോ. അണ്ണ എഴുന്നേക്ക്. പതുക്കെ. നടക്കണം. പതുക്കെ. അണ്ണാ, വേഗം നടക്ക്. നമുക്ക് വീട്ടിൽ പോ. മുനിയാണ്ടിക്ക് എന്താ പറ്റിയത്? അയാൾ എന്തോ കണ്ട് പേടിച്ചതാ. അതൊന്നുമല്ല, ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. എന്ത് കുഴപ്പം? അതൊന്നും എനിക്കറിയില്ല. എന്തോ എനിക്ക് തോന്നി. എന്നാര് പറഞ്ഞു? ദേ, ഒരു ശബ്ദം കേട്ടോ? ഇല്ല, ആരോ എന്തോ പറയുന്നത് പോലെ. അത് കാറ്റടിച്ചതാ. നീ ധൈര്യമായിട്ട് ഇരിക്കാനിതേ. നിങ്ങളുടെ അത്ര ധൈര്യമൊന്നും എനിക്കില്ല. ഞാൻ വീട്ടിൽ പോവാ. ഈ രാത്രിയിലോ? നീ എന്തൊക്കെയാ അനിത ഈ പറയുന്നേ? നിങ്ങൾക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എവിടെ നിന്റെയൊക്കെ ശീലാവതി ചേച്ചി? നിന്റെയൊക്കെ തല കണ്ടപ്പോഴേ തള്ള ചത്തു. അതോടെ എന്റെ കഷ്ടമെല്ലാം തുടങ്ങി. എങ്ങനെയെങ്കിലും ഒന്ന് നന്നാവട്ടെ എന്ന് വെച്ച് സമ്മതിക്കല്ല. അവളുടെ അഹങ്കാരം ഞാൻ നിർത്തിത്തരാം. അകത്തിരുന്ന് എന്തെടുക്കുവാടി? കാശ് കടം വാങ്ങി കുടിച്ചിട്ട് കണ്ട തെമ്മാടികൾ ഇങ്ങോട്ട് പറഞ്ഞയക്കരുതെന്ന് അച്ഛനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? മര്യാദ പഠിപ്പിക്കുന്നവാടി. കൊന്നുകളെല്ലാത്തിനും ഞാൻ. എനിക്ക് പോയേ പറ്റൂ. ഈ അവസ്ഥയിൽ നീ പോയാൽ നമ്മുടെ പദ്ധതികളെല്ലാം പരാജയപ്പെടും. നീ സമാധാനമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം.
രാഹുൽ എവിടെയായിരുന്നു? പുറത്തൊരു ശബ്ദം കേട്ടു. എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെളിയിറങ്ങിയതാ. അനിത എവിടെ? ഞാൻ ഉണർന്നപ്പോ കണ്ടില്ല. അനിത അന്വേഷിച്ച ഞാൻ പോയത്. പിന്നെ അവൾ ഇത് എവിടെ പോയി? അനിതേ, അനിതേ, അനിത, അനിതേ, അനിതേ, അനിത, അനിതേ. ഇവളിത് എവിടെ പോയി? അനിതേ, അനിതേ. 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 ഇനി ചിലപ്പോ അവള് പറഞ്ഞ പോലെ നാട്ടിലേക്ക് പോയിരിക്കോ? എന്നാൽ ആകെ കുഴയും. പോലീസ് നമ്മളെ കണ്ടുപിടിക്കുകയും ചെയ്യും. എന്നാലും അവൾ ഇങ്ങനെ ഒരു ചതി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ദേ, അനിത. വേഗം കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. റീനെ, റീനെ, റീനെ. റീനെ, റീനെ കണ്ട ഓർക്ക് റീനെ. റീനെ, കണ്ട
തുറക്ക്. റീനെ, അനിത എവിടെ? അനിത, അനിത, ഹേമ, രാഹുൽ, അനിത. ഏത് കുറ്റവാളിയും അവൻ അറിയാതെ ഒരു തെളിവ് അവശേഷിപ്പിക്കുമെന്നല്ലേ പറയുന്നത്? അങ്ങനെ അവർ വിട്ടുപോയ തെളിവാണ് ഞാൻ അന്വേഷിക്കുന്നത്. പക്ഷേ അങ്ങനെ സംഭവം നടന്നിട്ട് 6-7 ദിവസങ്ങളായില്ലേ, ഇനി എന്ത് തെളിവ് കിട്ടാനാ? ചിലപ്പോ തമിഴ്നാട്ടിൽ നിന്നോ മറ്റോ എത്തിയവരായിരിക്കും. അവിടെ കള്ളന്മാരുടെ ഗ്രാമങ്ങളുണ്ടെന്നല്ലേ പറയുന്നത്? ആ വഴിക്ക് അന്വേഷണം നടത്തുന്നുണ്ട്. എന്റെ ഇപ്പോഴത്തെ ചിന്ത ആ കള്ളന്മാരും 9 കോടി രൂപയും മാത്രം. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ചങ്ക് പൊട്ടി പോകുന്ന പോലെ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു അനിതയ്ക്ക്. അനിയത്തിമാരെ രക്ഷിക്കാൻ പോയതാ. പാവം. ഇത് കരയാനുള്ള സമയമല്ല. തൽക്കാലം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഇതുവരെ നമ്മൾ മോഷ്ടാക്കളായിരുന്നു, ഇപ്പൊ കൊലപാതകത്തിന് ഉത്തരവാദികളായി. എനിക്ക് തോന്നുന്നേ ആ മുരളി ഏത് ചെയ്തേന്നാ. മുരളി ആയിരിക്കും. എന്താ രാഹുൽ അത്? എന്തോ ഒരു അനക്കം കേട്ടല്ലോ. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. വാ. ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ. എന്താ? ദാ നോക്കി, ആ നഖങ്ങളുടെ നിറവ്യത്യാസം കണ്ടോ? അത് നെയിൽ പോളിഷിന്റെയാ. ഏതെങ്കിലും പുരുഷന്മാര് നെയിൽ പോളിഷ് ഉപയോഗിക്കോ? അപ്പൊ അതൊക്കെ സ്ത്രീകളാണെന്നാണോ നീ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഒരാൾ സ്ത്രീയാണെന്ന് ഉറപ്പാ. യെസ്, ഐ ഗോട്ട് ഇറ്റ്. ഇപ്പൊ തന്നെ പോലീസ് 3 പുരുഷന്മാരെ അന്വേഷിക്കുന്നത്. അവരെ കണ്ടു കിട്ടിയിട്ടില്ല. Now I got the core of the plan. ഏത് കൊലയാളിയും ഒരു തെളിവ് അവശേഷിപ്പിക്കുമെന്ന് പറയുന്നത് ശരിയല്ലേ? Correct. Thank you, darling. ഈ ഫോട്ടോകൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ തന്നാണെങ്കിൽ അതിൽ ആ ഡ്രൈവർ മുരളിക്ക് പങ്കുണ്ട്. യെസ്, he is the part of this 9 crore operation. പണം കൊള്ളയടിച്ചിട്ട് മിടുക്കനായി നടക്കുന്നോടാ. എവിടാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കറിയില്ല സാറേ, ആ പണം ഞാൻ എടുത്തിട്ടില്ല. പന്ന റാസ്കൽ. ഇനി എന്നെ തല്ലരുത് സാറേ, ഞാൻ ചത്തുപോകും. റിഫൈനറിയുടെ പണം മോഷ്ടിച്ചതിൽ നിനക്ക് യാതൊരു പങ്കുമില്ല അല്ലേ? ഇല്ല സാറേ, എനിക്കൊന്നും അറിയില്ല. പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിലാ നീ. ഞാൻ നിന്നെ കൊല്ലാൻ പോവാ. പോലീസിന്റെ അന്വേഷണം വഴിതെറ്റിക്കാൻ മനഃപൂർവ്വം തന്നാലടാ നീ ആ ഫോട്ടോ. സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല സാറേ. ഈശ്വരന്റെ കൃപ കൊണ്ടാ ജീവൻ തിരിച്ചു കിട്ടിയത്. ഇനി പറ, നിന്റെ കൂടെ ഉണ്ടായിരുന്നവരാരൊക്കെയാ? എനിക്ക് അറിയില്ല. അറിയില്ലടാ. ഹലോ സർ, ഞാനിതാ വരുന്നു സർ. ഹോം മിനിസ്റ്റർക്ക് വരാൻ കണ്ടൊരു നേരം. ഇയാൾക്ക് ബോധം തെളിയുമ്പോൾ എന്നെ വിളിച്ചറിയിക്കണം. ബി കെയർഫുൾ. യെസ് സർ. റീനെ, റീനെ, നിങ്ങൾ എന്നെ തനിച്ചാക്കി എന്റെ അനിയത്തിമാരെ അനാഥരാക്കിയല്ലേ? എന്താ എന്താ റീനെ? എന്താ? അനിതയെ ഞാൻ കണ്ടു. നീ സ്വപ്നം കണ്ടതാ? നീ എപ്പോഴും അവളെ പറ്റി ഓർക്കുന്നോണ്ടാ ഇങ്ങനെ തോന്നുന്നേ? അല്ല, നമുക്ക് ഇവിടുന്ന് പോകാൻ രാഹുലേ. ഞാൻ അവളെ കണ്ടത് സത്യമാ. യെസ് സർ, മിനിസ്റ്ററുടെ പ്രോഗ്രാം കഴിഞ്ഞു സർ. ചെറിയൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു സർ, ഞാനത് സോൾവ് ചെയ്തു. നോ പ്രോബ്ലം സർ. തെളിവ് കിട്ടി സർ. ആ ഇൻഡസ് റിഫൈനറിയുടെ ഡ്രൈവർ അതിലൊരു പ്രതിയാണ് സർ. ഓക്കെ സർ, വിതിൻ എൻ അവർ ഐ ഗിവ് ദ ഡീറ്റെയിൽ റിപ്പോർട്ട് ഓഫ് ദിസ് ഓപ്പറേഷൻ സർ. താങ്ക് യു സർ. താങ്ക് യു. എന്താടോ, അയാൾ കൂട്ടുപ്രതികളുടെ വിവരങ്ങൾ വല്ലതും തന്നോ? അത്
എന്താടോ ഒരു പരുങ്ങല്? സാർ ആ മുരളി രക്ഷപ്പെട്ടു പോയി സാർ. സോറി സാർ, അവന് ബോധം തെളിഞ്ഞ ആരും അറിഞ്ഞില്ല സാർ. പോലീസുകാരനെ അടിച്ചു വീഴ്ത്തിയിട്ട് അവൻ ഓടി സാർ. പിന്നാലെ ചെന്നെങ്കിലും അയാൾ എവിടെ മറിഞ്ഞു കളഞ്ഞു സാർ. ഹൗ ഡെയർ യു കം ഇൻ ഫ്രണ്ട് ഓഫ് മീ ആൻഡ് സേ ദിസ്? നോക്കി നിൽക്കാതെ പോയി പിടിച്ചോളാടോ സാർ. അതോ തനിക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ? നോ സാർ, ഇനി അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല സാർ. നമ്മുടെ മുറിക്കുള്ളിൽ ആരോ ഉണ്ടല്ലോ. നമുക്ക് ഈ താവളം മാറ്റണം. നമ്മളെ കൂടാതെ ആരോ ഇവിടെയുണ്ട്. അനിത പറഞ്ഞ സത്യമായിരിക്കും. ആരായിരിക്കും? കനകം പറഞ്ഞ ദുരാത്മാവായിരിക്കോ? എനിക്ക് വല്ലാതെ പേടിയാവുന്നു. എന്താണ് മിണ്ടാതെ വന്നത്? പേടിച്ചു പോയല്ലോ. അനിതയോ? അനിത അവളുടെ വീട്ടിൽ പോയി. ഞങ്ങൾ ഉടനെ പോവും. മുനിയാണ്ടി, ഇവിടെ നമ്മളെ കൂടാതെ വേറെ ആരാ ഉള്ളത്? മുനിയന്റെ കനകം കണ്ടോ ഇവിടെ ഒരാളെ? ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഏതോ ദുരാത്മാ ഉണ്ടെന്ന്. അണ്ണൻ വന്നേ, വാണാ ഇങ്ങോട്ട് വരാൻ. താനും ഡ്രൈവർ മുരളിയും കൂടി ചേർന്നാണ് പണം കൊള്ളയടിച്ചതെന്ന് ഞങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട്. മുരളി അത് സമ്മതിച്ചും കഴിഞ്ഞു. ഇനി അടി കിട്ടാതിരിക്കണമെങ്കിൽ താൻ സത്യം പറയണം. എനിക്കൊന്നും അറിയില്ല സാർ. മുരളിക്ക് അതുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പൊ താനും അവനെ പോലെയാണ്, സത്യം പറയാൻ മടിയാണല്ലടാ. അയ്യോ സാർ, ഞാൻ നിരപരാധിയാ. മുരളിയായിട്ട് എനിക്ക് യാതൊരു ഇടപാടുമില്ല. മുരളിക്ക് ആരെങ്കിലുമായിട്ട് രഹസ്യ ഇടപാടുകളുള്ളതായി തനിക്കറിയോ? മുരളി 1-2 പ്രാവശ്യം അവിടെ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ചെറുപ്പക്കാരനുമായി മ്യൂസിയത്തിനടുത്ത് വെച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നായിരുന്നു അത്? കഴിഞ്ഞ ആഴ്ചയായിരുന്നു സാർ. ഓ, അവനുമായി മുരളിക്ക് എന്താ ഇടപാടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ കണ്ടപ്പോ മുരളി എന്തോ ഒളിക്കുന്നതായി തോന്നി. എന്താ അവന്റെ പേര്? പേരെനിക്കറിയില്ല സാർ. അവന്റെ അച്ഛനും അമ്മയും അമ്പലമുക്കിൽ വെച്ചൊരു ആക്സിഡന്റിൽ മരിച്ചു എന്ന് എനിക്കറിയാം. അവന്റെ പെങ്ങളിപ്പോ അനാഥാലയത്തിലാണ്. മോളുടെ ചേട്ടൻ എവിടെയാ? ചേട്ടൻ ബാംഗ്ലൂരിൽ ജോലിക്ക് പോയി. എന്നാ ചേട്ടൻ പോയത്? 29-ാം തീയതി. 29-ാം തീയതി. ചേട്ടനോട് വേറെ ആരൊക്കെയാ പോയത്? എല്ലാരും എനിക്ക് അറിയില്ല. ആ, റീന ചേച്ചി ഉണ്ട്. റീന ചേച്ചി? ആരായി റീന ചേച്ചി? ചേട്ടന്റെ കൂടെ പഠിക്കുന്ന ചേച്ചിയാ. ഓ, മോളുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാൻ പണമുണ്ടാക്കാനാണ് ചേട്ടൻ പോയത് അല്ലേ? അതെ. എന്താ സാർ, എന്തെങ്കിലും കുഴപ്പം? കുഴപ്പമുണ്ടായിരുന്നു, ഇപ്പൊ അത് കഴിഞ്ഞു. സിസ്റ്ററോട് ഞാൻ എല്ലാം പറയാം. അവൾക്ക് ബാംഗ്ലൂർ ഒരു കമ്പനിയില് ജോലി കിട്ടിപ്പോയി. എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? എന്നാ റീന ഇവിടുന്ന് പോയത്? 29-ാം തീയതി. ഏത് കമ്പനിയിലാണ് അവൾക്ക് ജോലി കിട്ടിയത്?
ഏതോ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞു. കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അഡ്രസ്സും ഫോൺ നമ്പറും ഒന്നുമില്ലേ? അഡ്രസ് ഒന്നും തന്നിട്ടില്ല സാറേ. അതൊക്കെ രാഹുലിനെ അറിയാവുന്നേ. അവിടെ ചെന്നിട്ട് വിളിക്കാമെന്നാ പറഞ്ഞത്. എന്നിട്ട് വിളിച്ചോ? ഇല്ല. എന്ത് വിശ്വസിച്ചാ നിങ്ങളുടെ അനിയത്തിയെ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ അന്യനാട്ടിലേക്ക് വിട്ടത്? ഞങ്ങളുടെ അറിവിൽ രാഹുൽ നല്ലവനാ. പിന്നെ അവൾ എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് കരുതി. പിന്നെ അവളുടെ കൂടെ കൂട്ടുകാരികളും ഉണ്ടായിരുന്നു. കൂട്ടുകാരികളോ? അവരാരൊക്കെയാ? ഹേമയും അനിതയും. ഹേമയും അനിതയും. ഉം. ഉം. അവധി കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. വീട് വിറ്റിട്ടാണെങ്കിലും ഞാൻ നിങ്ങളെ കാശ് തരാം. എന്റെ മോൾ ഇങ്ങോട്ട് വന്നോട്ടെ. ഇനി അവധി മാറ്റിയാ അറിയാലോ. എന്നടാ പലിശപ്പണമെന്ന് പറഞ്ഞ് ഇവിടെ കാല് കുത്തിയാ നിന്നെയൊക്കെ ചുട്ടുകളെ ഞാൻ. ഓടാ. നിങ്ങളുടെ മോള് ഹേമ എവിടെ? അവള് ബാംഗ്ലൂർ ഒരു കമ്പനി ജോലിക്ക് പോയിരിക്കുക. ഈ വീട്ടിലുള്ളവരൊക്കെ എവിടെ പോയി? മൂത്ത മോള് ജോലിക്കെന്നും പറഞ്ഞ് കർണാടകത്തിൽ പോയതാ. പിന്നെ ഒരു വിവരമില്ല സാർ. വേറെ ആരുമില്ലേ? ഗോപാലേട്ടൻ 2 ദിവസം മുമ്പ് ആ കള്ളുഷാപ്പിൽ കുഴഞ്ഞു വീണ് മരിച്ചുപോയി. ഇളയ 2 കുട്ടികളുണ്ടായിരുന്നില്ലേ? അവരെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് അനാഥാലയത്തിൽ നിന്ന് അമ്മമാർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി സാർ. ഈ മുരളിക്ക് എന്ത് പറ്റി? ഫോൺ റിങ് ചെയ്യുന്ന അല്ലാതെ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. മുരളിയുടെ മെസ്സേജ് കിട്ടിയാലല്ലേ നമുക്ക് ഹാർബറിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി അയാൾ എങ്ങനെ പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടോ? നിന്റെ കരുനാക്കൊണ്ട് ഒന്നും പറയാതെ ഇപ്പൊ തന്നെ ജീവൻ കൈ പിടിച്ച ഒരു നിമിഷം തള്ളി നീക്കുന്നത്. അതിനിടയില് പോലീസും കൂടി വന്നാല് ആ പണം കൈ കിട്ടിയാലേ രക്ഷപ്പെടാമെന്ന് കരുതിയത്. പക്ഷെ അത് കിട്ടിയ ശേഷം മനസ്സമാധാനം ഉണ്ടായിട്ടില്ല. ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ. മുരളി കള്ള ഓടിച്ച് ബോധമില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലുള്ള അവസ്ഥ. ആ പേടി എനിക്കുണ്ട്. നാട്ടിലേക്ക് അവനെ അന്വേഷിച്ച് ചെല്ലാനും വയ്യ. 9 കോടി രൂപ, പച്ചിരുമ്പ് പോലത്തെ 2 യുവാക്കൾ, കാന്തം പോലത്തെ 3 യുവതികൾ. ജീവിതം ആഘോഷിക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇത്രയും പണം കയ്യിൽ കിട്ടിയപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ അവര് പേടിച്ചിരിക്കായിരിക്കും. എന്നാലും ഇങ്ങനൊരു കൊള്ള നടത്താൻ അവർക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? ഡ്രൈവർ മുരളിക്ക് എല്ലാ ദുർഗുണങ്ങളും ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അവനായിരിക്കും ഈ കൊള്ളയുടെ ബ്രെയിൻ. അവര് 4 പേരുണ്ടായിരുന്നു. ബട്ട് മുരളിയുടെ ഫോട്ടോഗ്രാഫിൽ 3 പേരേ ഉള്ളൂ. ഇന്റലിജന്റ് ലൂട്ടിംഗ്, വണ്ടർഫുൾ പ്ലാനിംഗ്. അവര് മറ്റേതെങ്കിലും സ്റ്റേറ്റിലേക്ക് കടന്നു കാണുമോ? ലോകത്തിന്റെ ഏത് മൂലയിൽ പോയി വിളിച്ചാലും അവർ തിരിച്ചു വരും. അവരുടെ അനാഥരായ കുടുംബങ്ങൾ ഇവിടെയുണ്ട്. എന്റെ മനസ്സ് പറയുന്നു അവരിവിടെ തന്നെയുണ്ട്. രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. They have not got a chance to escape. മുരളി ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കൂ രാഹുലേ. അതെ. ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടോ. മുരളി ഇവിടെ എവിടെയോ ഉണ്ട്. നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, രഹസ്യമായാലും നമ്മളെ വാച്ച് ചെയ്യായിരിക്കും. നമ്മളെയും വകവരുത്തിയ മുഴുവൻ പണം അങ്ങ് എടുക്കാലോ. അതായിരിക്കും അയാളുടെ പ്ലാൻ. എന്നാൽ അവന് വിടരുത്. ഓഫ് ചെയ്തല്ലോ. നമ്മളവൻ കണ്ടു കാണും. ഓഫ് ചെയ്തതല്ല, നിന്നതായിരിക്കും. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്ക്. അതാ റിങ്. റിങ് കേൾക്കുന്നു.
ഫോൺ റിംഗ് ആവുന്നുണ്ട്. മുരളി ഫോൺ എടുക്കുന്നില്ല. ഒന്നുകിൽ അയാളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ നമ്പർ തിരിച്ചറിഞ്ഞിട്ട് എടുക്കാതിരിക്കുന്നതായിരിക്കും. CI ശങ്കറും ആ പോലീസുകാരും 3 ദിവസമായി ഫോൺ ചെയ്യുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുന്നില്ല. ആ ഫോൺ റിംഗ് ചെയ്യുന്നത് ഏത് ടവറിന്റെ അണ്ടറിലാണെന്ന് മൊബൈൽ കമ്പനിക്ക് ഐഡന്റിഫൈ ചെയ്യാലോ. അതിനുവേണ്ടിയുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്, അത് അപകടമാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറപ്പെടാം. പക്ഷെ ഇത്രയും പണം കൊണ്ട് എങ്ങോട്ട് പോകുന്ന ചിന്ത എനിക്ക്. എങ്ങോട്ട് പോയാലും ശരി, പക്ഷെ ഈ സ്ഥലം ഉപേക്ഷിക്കണം. ആരും ഒരാൾ നമ്മളെ പിന്തുടരുന്നുണ്ട്, അത് ഉറപ്പാ. എങ്കിൽ അവന്റെ ലക്ഷ്യം നമ്മുടെ പണമാണ്. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരെ അവൻ ഇല്ലാതാക്കും. എന്താ രാമേന്ദ്ര, എനി ഇൻഫർമേഷൻ? സാർ, ആ മൊബൈൽ ഇപ്പോൾ അഗസ്ത്യ വനത്തിലാണുള്ളത്. മറ്റാർക്കും ഇത് അറിയില്ലല്ലോ? ഇല്ല സാർ. ഗുഡ്, കീപ് ഇറ്റ് വെരി കോൺഫിഡൻഷ്യൽ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും രാഹുൽ? തൽക്കാലം അരുവിക്കടുത്തുള്ള പാറക്കെട്ടുകൾക്കിടയിൽ പെട്ടികൾ ഒളിപ്പിക്കാം. ബാക്കി കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം. അതൊരു വണ്ടിയുടെ ശബ്ദമാണല്ലോ. വാ. എനിക്കാകെ പേടിയാവുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ശരിയാവില്ല. അയ്യോ, നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും രാഹുൽ? എന്ത് ചെയ്യുമെന്ന് ഞാൻ പറയാം. ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനാവെന്ന് വിചാരിച്ചോടാ. കൊള്ളക്കാരെ ഒളിപ്പിച്ച വീരനാണ് നീ, അല്ലടാ? അയ്യോ, ദൈവത്തിനാണ് ഞങ്ങളൊന്നും അറിഞ്ഞല്ലോ സാറേ. എല്ലാരും ഞാൻ അറിയിക്കാം. നിന്റെയൊക്കെ ജാതകം വരെ എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പണത്തിന് ആവശ്യമുള്ളവർ മുഴുവനും കൊള്ളയടിക്കാൻ തുടങ്ങിയ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റൂടാ? പോയി പെട്ടിയൊക്കെ എടുത്ത് വണ്ടി വെക്കടാ. ശേഖർ, താൻ എവിടെ വരെ എത്തി? ഞാൻ പുറപ്പെടുകയാണ്. ഇരുട്ടിയവിടെ ഭയങ്കര പ്രശ്നമാണ്. ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ വരും. നീ ആ വൈറ്റ് സുമ മുന്നിൽ ഓടിച്ചു പോകണം. രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും അതിബുദ്ധി കാണിച്ചാൽ ചുട്ടുകളെ ഞാൻ. ചെല്ലേ. നിങ്ങൾ എപ്പോ വേണമെങ്കിലും വിളിപ്പിക്കും. ശരി സാറേ. എന്നാലും പിള്ളേർ ഒരു കാര്യേ, നമ്മളെങ്ങാനും ജയിലിൽ പോണ്ടി വരുവണ്ണ. സേതു, എനിക്കൊരു ജീവപര്യന്തം വാങ്ങി തന്നവനല്ലേ നീ. 4 വർഷം ഞാൻ അകത്ത് കിടന്നു. ഒരവസരം കിട്ടിയപ്പോൾ ഞാൻ ജയിൽ ചാടി. ഈ കാട്ടിൽ ഒളിച്ചിരുന്നുകൊണ്ട് നിന്നോട് പക വിട്ടാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോഴാ ഈ പിള്ളേർ കാട്ടിലേക്ക് വന്നത്. 9 കോടി രൂപയായിട്ട്. നീയല്ലേ അനിതയെ കൊന്നത്? അതെ, ഞാൻ തന്നെ. അവള് ഒരു രാത്രി എന്റെ കൈ കിട്ടി.
ഇവളുമാരെയും സാവധാനം പിടികൂടാമെന്ന കരുതിയത്. അതിനിടയിൽ ഒരുത്തം കൂടി വന്നു. അവരുടെ സംഘബലം കൂടുമെന്ന് തോന്നിയപ്പോ അവനെ അങ്ങ് പൂശി. Now, I am a multi-millionaire. നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു ഞാൻ. Hands up! നിന്റെ ശവത്തിൽ ചവിട്ടി ഞാൻ ഈ പണവും പിള്ളേരെയും കൊണ്ട് പോവും. സർ, കൊള്ള ചെയ്ത ഞാൻ ഏറ്റെടുത്തോളാം സർ. ഇവരെ ഒഴിവാക്കണം സർ. ഇവരെ മാത്രം പ്രതീക്ഷിച്ചൊരു കുടുംബമുണ്ട്. ഇവര് ജയിലിലായ ആ കുടുംബം അനാഥമാവും സർ. സർ, പ്ലീസ് സർ. അയ്യോ സർ, ജീപ്പിങ് എത്തും മുമ്പ് ഇവരെ രക്ഷിക്കണം സർ. സർ പ്ലീസ്. നിങ്ങൾ രക്ഷപ്പെട്ടോ? പോവാൻ. ശേഖർ, എത്രയും പെട്ടെന്ന് ഇയാളെ ഹോസ്പിറ്റലൈസ് ചെയ്യണം. We must save his life. ശരി സർ. Come on, take him. ഇയാളെ വേഗം ജീപ്പിൽ കയറ്റി. എന്താണ് സംഭവിച്ചത് സർ? ഇൻഡസ് റിഫൈനറി കേസിലെ പ്രതികളെല്ലാം നമുക്ക് കിട്ടി. നൊട്ടോറിയസ് ക്രിമിനൽ ഈ കിടക്കുന്ന സേതു, അവനാണ് ഒന്നാം പ്രതി.
സാർ ഇതാ ജയിലിയടി പ്രതിയല്ലേ? യെസ്, അവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴാണ് രാഹുലിന് വെടിയേറ്റത്. സേതു, രാഹുൽ, അനിത, മുരളി ഇവരെല്ലാവരും ചേർന്നാണ് ഈ റോബറി നടത്തിയത്. സാർ ആ റോബറി നടത്തിയവരിൽ രാഹുൽ മാത്രമാണ് അവശേഷിക്കുന്നത്. മുരളിയെയും അനിതയെയും സേതു കൊന്നുകളഞ്ഞു. അവരുടെ ജഡങ്ങൾ കാട്ടിലുണ്ട്. പണം നമ്മുടെ കസ്റ്റഡിയിലായി. ഫയൽ ഓൾ ദ കേസസ് ഇൻ ദ നെയിം ഓഫ് സേതു. യെസ്, ദാറ്റ് ഇസ് ഫേറ്റ്. Nobody can change God's judgment. എങ്ങനെയാ ഹേമേ നമ്മളെ രാഹുലിനെ ഉപേക്ഷിച്ച് പോവുക? ഇത്രയും നാള് നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോട് ജീവിച്ചവരല്ലേ. വിട്ടിട്ട് പോവാൻ മനസ്സ് വരുന്നില്ല. നമുക്ക് തിരിച്ചു പോയാലോ ഹേമേ? അനിതൊരു ബാഗല്ലേ ഇത്? അതെല്ലോ